ആദ്യഘട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി കോൺഗ്രസ് നേതാക്കൾ നാളെ ഡൽഹിയിലേക്ക് പോകും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരാണ് ഡൽഹിക്ക് തിരിക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളുമായി ഇവർ ചർച്ച നടത്തും. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വളരെ വേഗത്തിൽ തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ്. നേരത്തെ ഒരു ഘട്ടത്തിലുള്ള ചർച്ചകൾ പൂർത്തീകരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നീണ്ടുപോകുന്നതുകൊണ്ടാണ് അത് മാറ്റിവെച്ചത്. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷനായ മധുസൂദനൻ മിശ്രയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായത് കാരണം ഫെബ്രുവരി 23 നടക്കാനിരുന്ന കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയും മാറ്റിവെച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ 35 മുതൽ 40 വരെ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ആലോചന. അതിനിടെ VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ഇന്ന് കൊല്ലം ജില്ലയിൽ പ്രചരണം നടത്തും. രാവിലെ പത്തനാപുരത്ത് നിന്ന് ജാഥ പര്യടനം ആരംഭിക്കും. ഇതിനു മുന്നോടിയായി വിവിധ രംഗങ്ങളിൽ ഉള്ളവരുമായി പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ച നടത്തി. ജില്ലയിൽ 10 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ പര്യടനം കടന്നുപോകും. സമാപന സമ്മേളനം തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് കൊല്ലം കണ്ടോൺമെൻറ് മൈതാനത്ത് വെച്ച് നടക്കും. ജാഥയ്ക്ക് ജില്ലയിൽ പോലീസ് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിക്ക് നേരെ കണ്ണൂരിൽ പ്രതിഷേധമുണ്ടായതിന് പിന്നാലെ ജില്ലയിലെ പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും വ്യാപകമായി നശിപ്പിച്ചിരുന്നു. ജില്ലയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും യാത്രയിൽ പങ്കുചേരും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയമടക്കമുള്ള നിർണായക ചർച്ചകൾക്കായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. ജില്ലാ ഘടകങ്ങൾ സമർപ്പിച്ച പ്രാഥമിക പട്ടിക സെക്രട്ടേറിയറ്റ് വിശദമായി പരിശോധിക്കും. ഒന്നിലേറെ പേരുകൾ വന്നതും തർക്കമുള്ളതുമായ സീറ്റുകളിൽ സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കിയാകും സ്ഥാനാർത്ഥി നിർണയം. 2 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുന്നതിനും ഇന്നത്തെ യോഗത്തിൽ ധാരണയാകും. കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉൾപ്പെടെ നിർണായകമായ തീരുമാനങ്ങളും ഇന്ന് ഉണ്ടാകും. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളും സീറ്റ് വച്ചുമാറ്റങ്ങളും യോഗം ചർച്ച ചെയ്യും. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകാൻ അടുത്ത ആഴ്ച അവസാനം സംസ്ഥാന സമിതിയും ചേരും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.